അവർക്ക് എന്നും കൊക്കിയും പിടിച്ച് കണ്ടല്ലോ. നിങ്ങൾ ഈ ഇല കണ്ടോ? ഇതാണ് ചേമ്പിൻ്റെ ഇല. വെറും ചേമ്പിൻ്റെ ഇലയല്ല, കാട്ടുചേമ്പിൻ്റെ ഇല. ഈ ചേമ്പിൻ്റെ ഇല കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതിനാദ്യം ചേമ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച ശേഷം ഫ്ലെയിം ഓണാക്കി സിമ്മിലിടുക. അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 10-12 കൊച്ചുള്ളി ചേർക്കാം. അതിലേക്ക് പിന്നെ ചേമ്പിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 9 കഷ്ണം 9 അല്ലെങ്കിൽ 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് അതിലേക്ക് 6-7 കൊച്ചുള്ളി ചെറുതായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വെളുത്തുള്ളി വേണമെങ്കിൽ 2-3 കഷ്ണം ചേർക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇത് തേങ്ങ നല്ല മൂപ്പിച്ചെടുക്കണം. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയോ വേറെ ഒരു എണ്ണയോ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അതിന് മൂത്ത് വരുമ്പം തന്നെ അതിന് പ്രത്യേകിച്ച് എണ്ണ ഇറങ്ങിക്കോളും. നമ്മൾ അഡീഷണൽ എണ്ണയൊന്നും ആഡ് ചെയ്യണ്ട. ഇപ്പം തന്നെ തേങ്ങ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തേങ്ങ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീ തന്നെ മൂപ്പിക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച ടേസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പം ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി പൊടിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ. നമുക്കിതിനെ തണുത്ത ശേഷം ഒരു ജാറിനകത്തിട്ട് പൊടിക്കാം. എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു നെല്ലിക്ക അളവിൽ പിഴുപുളി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നൊരു പുളിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചമ്മന്തി ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഉപ്പിനെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് ഈ പൊടിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തി റെഡി. ഇത് വേണമെങ്കിൽ ഇടിച്ചമ്മന്തി എന്നും പറയാം. അതേ രീതിയിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്.